ഡിയർ സ്റ്റുഡൻസ്, ഓണ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് ഉറപ്പാണ്, മനസ്സിലായി. ഉറപ്പായിട്ടും എന്താ പറയുക, ഈ രീതിയിലുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളിരിക്കുക എന്നെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ഈ പറയുന്ന ചോദ്യം നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഉറപ്പായിട്ടും വരുന്ന പ്രോബ്ലമാണ്. ഓക്കെ, യെസ്. എന്തായാലും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അതിൽ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട്. ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും എല്ലാ കേസിലും. അപ്പം അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടാണ് ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹15 lakh ആൻഡ് ₹10 lakh. 15 ലക്ഷവും 10 ലക്ഷവുമാണ് അവരുടെ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സാണ്, അവരുടെ ക്യാപിറ്റൽ അത്രയാണ്. ദേ അഗ്രി ടു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 അല്ലേ. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്, 3:2 അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ, നിങ്ങൾക്കറിയാം, പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് 3:2 അല്ലേ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലാഭം നമ്മൾ വീതിക്കുന്നു. Show how the following transactions will be recorded in the capital accounts of the partners in case the capitals are fixed അല്ലേ. ഒന്നാമത്തെ സിറ്റുവേഷൻ. നമ്പർ 2, the capitals are fluctuating. The books are closed on March 31st every year അല്ലേ. ഇപ്പം 15 ലക്ഷവും 10 ലക്ഷവുമാണ് ക്യാപിറ്റൽസ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന 3:2 ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ ഫിക്സഡ് ആയാലും ഫ്ലക്ച്വേറ്റിംഗ് ആയാലും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റിനകത്ത് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ July 1st, 2014 3 lakh 2 lakh. കണ്ടോ, അവിടുത്തെ ആ July 1st, 2014 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറയുന്നുണ്ട്, 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഡ്രോയിങ്സ് ഉണ്ട് 30,000 അതുപോലെ 20,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് 1,800 1,200. സാലറി ഉണ്ട് 10,000 7,000. സാലറി 20,000 സമീറിന്. യാസ്മിന് സാലറി ഇല്ല. കമ്മീഷനുണ്ട് 60,000 40,000 അല്ലേ. ഷെയർ ഇൻ ലോസ് ആണ് 60,000 40,000 കേട്ടോ. അതായത് ഷെയർ ഇൻ ലോസ് അല്ലേ, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 60,000 40,000. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറയുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31st എവറി ഇയർ അല്ലേ. എല്ലാ വർഷവും മാർച്ച് 31st ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് അല്ലേ.
നിങ്ങൾ ഒരു കാര്യം ക്വസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ സമീറിൻ്റെയും യാസ്മിൻ്റെയും പ്രോബ്ലം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 31 മാർച്ച് എവരി ഇയർ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, 31 മാർച്ച് അല്ല, ഡിസംബർ എന്ന് നിങ്ങൾ എഴുതണം. ഡിസംബർ 31 എവരി ഇയർ കേട്ടോ. എല്ലാ വർഷവും എന്താ പറയുക, ഡിസംബർ 31-ാം തീയതിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്, സിമ്പിളായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് കേട്ടോ. ഏത് മെത്തേഡാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ആ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ആദ്യം എന്തുകൊണ്ട് നമ്മൾ നോക്കിയേ, സമീറും യാസ്മിനും പാർട്ട്നേഴ്സാണ് അല്ലേ. അവരുടെ ക്യാപിറ്റൽ എത്ര? 15 ലക്ഷവും പിന്നെത്രയാണ് 10 ലക്ഷവുമാണ് കേട്ടോ. എന്താ പറയുക, 15 ലക്ഷവും പിന്നെന്താണ് 10 ലക്ഷവും കേട്ടോ. 15 ലക്ഷവും എന്താണ് 10 ലക്ഷം ക്യാപിറ്റൽ. ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപിറ്റൽ ബാലൻസ് ആദ്യം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. സമീറിന് എത്ര? 15 ലക്ഷം. യാസ്മിന് 10 ലക്ഷം കണ്ടോ. അപ്പം ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് സമീറിന് 15 ലക്ഷം ഇല്ലേ. അതുപോലെ തന്നെ എന്താ പറയുക, യാസ്മിന് എത്രയാണ്? 10 ലക്ഷം കണ്ടോ. അപ്പം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ കാര്യം എഴുതത്തുള്ളൂ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് 15 ലക്ഷവും 10 ലക്ഷവും. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ജൂലൈ 1, 2014 കേട്ടോ. ജൂലൈ 1, 2014 അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? വീണ്ടും ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും ക്യാപിറ്റൽ എന്താ പറയുക, ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് +1 ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചതാണ്. എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടോ. നമ്മൾ ഇത് +1 ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചതാ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് ഈ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ്, ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരും ബൈ ക്യാഷ് അക്കൗണ്ട്. അല്ലെങ്കിൽ ക്യാഷ് എന്ന് മാത്രം എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. ക്യാഷ് എന്ന് പറഞ്ഞ് എത്ര? 3 ലാക്ക്. സമീറിന് 3 ലാക്ക്, യാസ്മിന് 2 ലാക്ക് കേട്ടോ. സമീറിന് 3 ലാക്ക്, യാസ്മിന് 2 ലാക്ക് അല്ലേ. അപ്പം ബൈ ക്യാഷ് അക്കൗണ്ട് 3 ലാക്ക് 2 ലാക്ക്. ബ്രാക്കറ്റിൽ വേണം നിങ്ങൾക്ക് എഴുതാം അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ 3 ലാക്ക് പിന്നെത്രാണ് 2 ലാക്ക് അല്ലേ. 3 ലാക്കും പിന്നെന്താണ് 2 ലാക്കും ബൈ ക്യാഷ് അക്കൗണ്ട് അഡീഷണൽ ക്യാപിറ്റൽ 3 ലാക്ക് 100. അപ്പം കുഞ്ഞുങ്ങളെ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റലിൻ്റെ ബാലൻസ് അങ്ങോട്ട് എഴുതൂ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 15 ലക്ഷവും 10 ലക്ഷവും ബൈ ക്യാഷ് അക്കൗണ്ട് 3 ലക്ഷവും 2 ലക്ഷവും. ഓക്കെ, വ്യത്യാസം ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളല്ലാതെ വേറൊന്നും ചിന്തിക്കേണ്ട. എന്താ എത്രയാണോ ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ക്ലോസിംഗ് ബാലൻസ്. ആ ബാലൻസ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതുന്നു. അടുത്ത വർഷത്തെ ഓപ്പണിംഗ്. ബൈ ക്യാഷ് അക്കൗണ്ട് എന്നും പറഞ്ഞാൽ അഡീഷണൽ ക്യാപിറ്റൽ അതെത്ര? 3 ലക്ഷവും 2 ലക്ഷവും നമ്മൾ അങ്ങോട്ട് എഴുതും. ബൈ ക്യാഷ് അക്കൗണ്ട് 3 ലാക്കും പിന്നെ എത്രയാണ് 2 ലാക്കും. ഓക്കെ, അത്ര എഴുതി കഴിഞ്ഞു. അതിനുശേഷമാണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. എന്താ പ്രത്യേകത? ഈ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ നമ്മൾ എവിടെ എഴുതത്തുള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതത്തുള്ളൂ. ബാക്കിയുള്ള ബാലൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എഴുതുന്നത് എവിടാണ്? പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണ്. പാർട്ട്നേഴ്സിൻ്റെ ഏത് അക്കൗണ്ടിൽ? കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ നമ്മൾ എവിടെ എഴുതത്തുള്ളൂ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എവിടെ എഴുതുന്നത്? പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. എവിടെ എഴുതുന്നത്? പാർട്ട്നേഴ്സ്
പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ. ബാക്കി എന്തൊക്കെ ഐറ്റംസ് വന്ന് അതിലെ അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% എന്ന് പറയുന്നു. കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% അല്ലേ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കേട്ടോ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് കാൽക്കുലേഷൻ അല്ലേ. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്യാപിറ്റലിന്മേൽ നമുക്ക് എന്ത് കിട്ടുന്നു, പലിശ കിട്ടുന്നു. കേട്ടോ, അതാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സമീറിനും ഉണ്ട്, അതുപോലെ ആർക്കും ഉണ്ട്, യാസ്മിനും ഉണ്ട്. നമുക്ക് ആദ്യം സമീറിൻ്റെ കണ്ടുപിടിക്കാം. സമീറിൻ്റെ കേട്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂലധനം അല്ലേ. എത്രയാണോ മൂലധനം, ആ മൂലധനത്തിൻ്റെ എന്താ, പലിശ. കണ്ടോ, എത്രയാണോ മൂലധനം, ആ മൂലധനത്തിൻ്റെ പലിശ. നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത മൂലധനം എത്രയാണോ, ആ മൂലധനത്തിന്മേലുള്ള പലിശയാണ് നമ്മൾ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് പാർട്ട്നേഴ്സിന് കിട്ടുന്നതാണ് അല്ലേ. പക്ഷെ അവിടെ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യം തന്നെ ക്യാപിറ്റൽ എത്ര വന്നു, 15 ലക്ഷം വന്ന് 10 ലക്ഷവും വന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ആ 15 ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കാണും. പിന്നെ അവരൊരു അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു ജൂലൈ 1, 2014. കണ്ടോ, ജൂലൈ 1, 2014 3 ലക്ഷവും കൊണ്ടുവന്നു. പിന്നെ എത്ര, ഒരു 2 ലക്ഷവും കൊണ്ടുവന്നു അല്ലേ. അപ്പം അതും എന്താ പറയുക, അഡീഷണൽ ക്യാപിറ്റലാണ് അല്ലേ. അപ്പം അതുകൊണ്ട് സമീറിൻ്റെ കേസ് നമുക്ക് നോക്കാം. 15 ലക്ഷം അല്ലേ. ആ 15 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ, അതിൻ്റെ ക്യാപിറ്റൽ ബാലൻസ്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ഫുൾ ഇയറിലേക്കാണ് ഇൻട്രസ്റ്റ്. ആണ് എത്രയാണ്, ഫുൾ ഇയർ. കാരണം എന്താ, അത് മുഴുവൻ ആ ഒരു വർഷത്തേക്കാണ് ആ ക്യാപിറ്റലിന് മേലുള്ള എന്തുകൊണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഫുൾ, ഇൻട്രസ്റ്റ് ഓഫ് ഫുൾ ഇയർ, interest of full year, that is 15 lakh into 5%. 15 ലക്ഷം into 5/100 അല്ലേ. ദാറ്റ് ഈസ് ഇസിക്കൽ ടു എത്ര വരും, 7500. 75,000 സോറി 7500 അല്ല, 75,000 75,000. 15 ലക്ഷം ഇൻറ്റു 5% 75. കുഞ്ഞുങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡിസംബർ 31. ക്വസ്റ്റ്യനിൽ മാർച്ച് 31 എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്, ഡിസംബർ 31 ആണ്. കേട്ടോ, ഇൻട്രസ്റ്റ് ഓഫ് ഫുൾ ഇയർ 15 ലക്ഷം ഇൻറ്റു 5% 75,000. അടുത്ത് നോക്കിയേ, ഇൻട്രസ്റ്റ് ഓഫ് 6 months, 6 മാസത്തെ മാത്രം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, അതെങ്ങനെ ഇൻട്രസ്റ്റ് 6 മാസം മാത്രം വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അഡീഷണൽ ക്യാപിറ്റൽ ജൂലൈ 1, 2014 കണ്ടോ, ജൂലൈ 1, 2014, ജൂലൈ 1, 2014 അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, അഡീഷണൽ ക്യാപിറ്റൽ ജൂലൈ 1, 2014 ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡിസംബർ 31. അപ്പം നിങ്ങൾ തന്നെ നോക്കിയേ, ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. കണ്ടോ, എന്താ, ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ അവിടെ എന്താ, ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ അല്ലേ. സോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കണ്ടോ, അപ്പൊ ഇത്രയും കാര്യം. എത്ര മാസം വന്നത്, 6 മാസം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 മാസം അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓഫ് 6 months അല്ലേ, 6 മാസത്തേക്കാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 3 ലക്ഷം ഇൻറ്റു 5/100 ഇൻറ്റു 6/12. ദാറ്റ് ഈസ് 3 ലക്ഷം ഇൻറ്റു 5 എത്ര, 15,000. 15,000ൻ്റെ 6/12 ദാറ്റ് ഈസ് 7,500. ഇത് രണ്ടും കൂടെ കൂട്ടണം, അതെത്ര, 82,500. കണ്ടോ, ഈ കാൽക്കുലേഷൻ നിങ്ങൾ മറക്കല്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് സമീർ ഇൻട്രസ്റ്റ് ഓഫ് ഫുൾ ഇയർ 15 ലക്ഷം ഇൻറ്റു 5/100 ദാറ്റ് ഈസ് 75,000 അല്ലേ. അതുപോലെ ഇൻട്രസ്റ്റ് ഓഫ് 6 months 3 ലക്ഷം ഇൻറ്റു 5/100 ഇൻറ്റു 6/12 7,500 ദാറ്റ് ഈസ് 82,500. 82,500 അല്ലേ, 82,500 അല്ലേ. അപ്പം ഇത്രയാണ്
കൂടെയാണ് നമ്മൾ എന്താ പറയുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അല്ലേ, പാർട്ട്നേഴ്സ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് എന്താ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വരാവൂ. ബാക്കി എന്ത് ഐറ്റം വന്നാലും പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലേ വരൂ. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ അപ്പോൾ ഇടുന്ന ആദ്യത്തെ ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലാണ് ഇടുന്നത്. ക്രെഡിറ്റ് സൈഡ്. കാരണം പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അവരുടെ ക്യാപിറ്റൽ ബാലൻസ് കൂടുകയാണ് കണ്ടോ. അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിൽ വരും ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, 82,500 രൂപ സമീറിന്റെ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ. നമ്മൾ യാസ്മിന്റെ കണ്ടുപിടിക്കണം. സമീറിന്റെ 82,500 നമ്മൾ എഴുതി. 82,500 എങ്ങനെ വന്നത് ഞാൻ പറഞ്ഞു. 15 ലക്ഷവും 5/100 കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75,000 വരും. ഇൻട്രസ്റ്റ് 6 മന്ത്സിലേക്ക് വരുന്ന അടുത്തത് 3 ലക്ഷം ഇൻറ്റു 5/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് 7,500. അങ്ങനെ 82,500. യാസ്മിന്റെ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓഫ് ഫുൾ ഇയർ അല്ലേ 10 ലക്ഷമാണ് അല്ലേ. 10 ലക്ഷം ഇൻറ്റു 5/100 ദാറ്റ് ഈസ് എത്ര കിട്ടും? 10 ലക്ഷം ഇൻറ്റു 5/100 50,000 കണ്ടോ. 50,000 അല്ലേ. 10 ലക്ഷം ഇൻറ്റു 5/100 ദാറ്റ് ഈസ് എത്രയാണ്? 50,000 അല്ലേ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ഇൻട്രസ്റ്റ് ഓഫ് 6 മന്ത്സ്. 6 മാസത്തെ ഇൻട്രസ്റ്റ് അല്ലേ എത്രയാണ്? 2 ലക്ഷം ഇൻറ്റു 5/100 ഇൻറ്റു 6/12 അല്ലേ. 2 ലക്ഷം ഇൻറ്റു 5/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് 5,000. അത് രണ്ടും കൂടെ കൂട്ടുക, അത് എത്ര കിട്ടും? 55,000 കേട്ടോ. 55,000 കേട്ടോ. 55,000. യാസ്മിന്റെ കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ഓഫ് ഫുൾ ഇയർ എത്ര? 10 ലക്ഷം ഇൻറ്റു 5/100 50,000. ഇൻട്രസ്റ്റ് ഓഫ് 6 മന്ത്സ് 2 lakh ഇൻറ്റു 5/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് 5,000. സോ 50,000 പ്ലസ് 5,000 ഈസ് ഈക്വൽ ടു 55,000. അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് കോളം വരയ്ക്കാൻ അറിയാലോ. 2 പാർട്ട്ണറാണ്. ആ 2 പാർട്ട്ണർക്കും എമൗണ്ട് കോളം ഉണ്ട്. സമീറും യാസ്മിനും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അങ്ങനെ 55,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 55,000 കണ്ടോ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് 55,000. അടുത്ത ഐറ്റം നോക്കിയേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു അല്ലേ. അടുത്ത ഐറ്റം ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് അല്ലേ കുഞ്ഞുങ്ങളെ. ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിലായിരുന്നത്. പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഡ്രോയിങ്സ് എന്നും പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡ്രോയിങ്സ് എഴുതും. ഡ്രോയിങ്സ് കേട്ടോ. എത്രയൊക്കെയാണ്? 30,000ഉം 20,000ഉം. 30,000 20,000 അല്ലേ. ഡ്രോയിങ്സ് 30,000. അതുപോലെ എത്രയാണ്? 20,000 അല്ലേ. 30,000ഉം പിന്നെ എത്രയാണ്? 20,000 അല്ലേ. അപ്പോൾ ഡ്രോയിങ്സിൻ്റെ എമൗണ്ടായി ദാറ്റ് ഈസ് 30,000. പിന്നെ യാസ്മിൻ്റെ എത്രയാണ്? 20,000. 30,000 ആൻഡ് 20,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. അതും ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ദാറ്റ് ഈസ് 1,800. ഹിയർ 1,200 കണ്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്
1800 പിന്നെ എത്രയാണ് 1200. 1800 ദെൻ എത്രയാണ് 1200 കണ്ടോ. 1800 പിന്നെ എത്രയാണ് 1200 അല്ലേ. അപ്പം ഡ്രോയിങ്സ് 30,000 20,000, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1800 പിന്നെ എത്രയാണ് 1200 അല്ലേ. കുഞ്ഞുങ്ങളെ മനസ്സിലായിക്കോണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് കറണ്ട് അക്കൗണ്ടിൽ. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് സൈഡിൽ വരും കറണ്ട് അക്കൗണ്ടിൽ. അടുത്തത് എന്താ, പാർട്ട്നേഴ്സിന്റെ സാലറി കേട്ടോ. പാർട്ട്നേഴ്സിന്റെ സാലറി അല്ലേ. സാലറി നിങ്ങൾ നോക്കിയേ, സാലറി വ്യക്തമായിട്ട് നോക്കിയേ. സാലറി എങ്ങനെ വന്നേക്കുന്നത്, സാലറി 20,000 അല്ലേ. സാലറി എന്താ 20,000, സാലറി 20,000 അല്ലേ. 20,000 അത് സമീറിന് മാത്രമേ ഉള്ളൂ. സോ ബൈ സാലറി 20,000 സമീറിന് മാത്രമേ ഉള്ളൂ സാലറി, യാസ്മിനില്ല കണ്ടോ. അപ്പം സാലറി വരുമ്പോൾ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താ സാലറി എന്ന് പറഞ്ഞ് സമീറിന് 20,000, യാസ്മിൻ എന്താണ് നിൽ, യാസ്മിൻ ഒന്നുമില്ല അല്ലേ, യാസ്മിൻ്റെ എമൗണ്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പം സാലറി 20,000 ആണ്. അടുത്തത് കമ്മീഷനാണ്, കമ്മീഷൻ അല്ലേ. കമ്മീഷനും നമുക്ക് എന്താ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് കമ്മീഷൻ കേട്ടോ. കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും, പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും, കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും, കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും, കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എത്ര 10,000 പിന്നെ എത്ര വരും 7,000 അല്ലേ. 10,000 then 7,000 അല്ലേ. 10,000 and 7,000 അല്ലേ. കമ്മീഷൻ ബൈ കമ്മീഷൻ അല്ലേ. 10,000 then 7,000 അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ. ക്യാപിറ്റൽ ബാലൻസ് അത് ക്രെഡിറ്റ് ചെയ്യുന്നു 82,500 and 55,000 ബൈ സാലറി അല്ലേ. അതെവിടെ സമീറിന് മാത്രമേ ഉള്ളൂ 20,000, യാസ്മിൻ ഇല്ല അല്ലേ. അതുപോലെ കമ്മീഷൻ അല്ലേ, അതെത്ര സമീറിന് 10,000, യാസ്മിൻ എത്രയാണ് 7,000 അല്ലേ. കമ്മീഷൻ 10,000 then 7,000. മക്കളെ അടുത്തായിട്ട് നോക്കിയേ, ഷെയർ ഇൻ ലോസ് കണ്ടോ. ഷെയർ ഇൻ ലോസ് അല്ലേ. ലോസിന് ഷെയർ ഉണ്ടാ അല്ലേ. ലോസ് അതായത് ഷെയർ ഇൻ ലോസ് എന്ന് ഉദ്ദേശിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലോസ് ആ വന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ലോസ് വന്നു. ലോസ് വന്നാൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം കേട്ടോ. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്നാൽ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം കണ്ടോ. ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം കേട്ടോ. ലോസ് ആണ് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ലോസ് ആണ് പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഇത് ലോസ് ആണ്, ഷെയർ ഇൻ ലോസ് എന്ന് പറയുന്നു. ലോസ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ലോസ് എന്ന് എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ എമൗണ്ട് അവർ നേരിട്ട് തന്നിട്ടുണ്ട്. 60,000 ഉണ്ട്, 40,000 ഉണ്ട് കണ്ടോ. അപ്പം ഈ ഐറ്റം ഏകദേശമൊക്കെ വരുന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം കണ്ടോ. ഐറ്റം ഏകദേശമൊക്കെ വരുന്നത് എന്താ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വെച്ചോണം കേട്ടോ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ എന്താ പ്രോബ്ലം ചെയ്യുന്നത് ഇല്ലേ. അപ്പം ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഇല്ലേ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ 2 അക്കൗണ്ട് കാണും അല്ലേ. ആ അക്കൗണ്ട് 2 എണ്ണം ഏതൊക്കെയാ, ഒന്നൊരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും 2 എന്താ പറയുക പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടുമാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെന്താണ് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടും. അങ്ങനെ 2 അക്കൗണ്ടാണ് കാണുന്നത്. അപ്പോൾ അതിലെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ, ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഫിക്സഡ്. ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും കണ്ടോ. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതാ അതിൻ്റെ പ്രത്യേകത അല്ലേ. അപ്പോൾ അതുകൊണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരെണ്ണം വരച്ചു. 2 പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് വരുന്നു അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാത്ത എല്ലാ ബാലൻസും എവിടെ വരും, പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ വരും, പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ വരും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്താ ബാലൻസ് ചെയ്യുക. 15 lakh plus 3 lakh that is 18 lakh. 10 lakh plus 2 lakh that is 12 lakh. ഈ സെയിം എമൗണ്ട് തന്നെ നമുക്ക് ഇവിടെയും വരും.
18 lakh, 12 lakh. ബാലൻസ് ചെയ്യണം കണ്ടോ, 18 lakh, 12 lakh ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. ബാലൻസിൻ്റെ അവിടെ എന്താ ഇടുന്നത്? ടു ബാലൻസ് ക്യാരി ഡൗൺ കേട്ടോ, ടു ബാലൻസ് ക്യാരി ഡൗൺ കേട്ടോ. അറിയാം, ഇപ്പുറത്ത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്, ചെയ്തില്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ, ഇനി വരുന്ന ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഈ പറയുന്ന ക്യാപിറ്റൽ ബാലൻസ് എന്നായിരിക്കും 18 ലക്ഷവും പിന്നെ എത്രയാണ് 12 ലക്ഷവും, 18 ലക്ഷവും പിന്നെ എത്രയാണ് 12 ലക്ഷവും. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. 18 lakh ആൻഡ് 12 lakh, 18 lakh ആൻഡ് 12 lakh അല്ലേ. ഓക്കെ, അപ്പം ബാലൻസ് നോക്കിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബൈ ക്യാഷ് അക്കൗണ്ട് 3 lakh ആൻഡ് 2 lakh അല്ലേ. അങ്ങനെ ടോട്ടൽ എത്ര? 18 lakh, ദെൻ 12 lakh അല്ലേ. ഇനിയും അടുത്ത പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ദാറ്റ് ഈസ് എത്ര? 82,000 plus 10,000, that is 92,500, that is 20,000, 1,12,500. Then 62,000, 1,12,500, then 62,000. Yes, ബാലൻസ് ചെയ്ത് ഇവിടെ നോക്കിയേ എത്ര വരും ബാലൻസ്? 1,12,500 എന്ന് തന്നെ നമുക്ക് എഴുതാം, 62,000 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ബാലൻസ് ചെയ്ത് 30,000 അല്ലേ, 1,008 എത്ര പറയുക, ഡ്രോയിങ്സ് എമൗണ്ട് എത്ര? 30,000 അല്ലെങ്കിൽ എത്ര പ്ലസ് 20,000 അല്ലേ. ബാലൻസ് ചെയ്ത് 30,000 പ്ലസ് 1,800 പ്ലസ് 60,000, 91,800 വന്ന് മൈനസ് 1,12,500, 20,700, 20,700. നെക്സ്റ്റ് 20,700 അല്ലേ. നെക്സ്റ്റ് 62,000 ആണ്, ദാറ്റ് ഈസ് 20,000 പ്ലസ് 1,200 പ്ലസ് 40,000, 61,200 മൈനസ് 62,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 800. യെസ്, അതിൻ്റെ നിരക്ക് നമ്മൾ എന്തെഴുതും? ടു ബാലൻസ് ക്യാരി ഡൗൺ. ആ എമൗണ്ട് നമുക്ക് എന്താ ഇപ്പുറത്ത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നും പറഞ്ഞ് എഴുതും അല്ലേ. ടു ബാലൻസ് ക്യാരി ഡൗൺ, ദെൻ ഇപ്പുറത്ത് എന്താ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നും പറഞ്ഞും എഴുതും. ഓക്കെ, അപ്പം ഇത്രയാണ് എമൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 15 lakh and 10 lakh, ബൈ ക്യാഷ് അക്കൗണ്ട് 3 lakh, 2 lakh, 18 lakh and 12 lakh അല്ലേ. ദെൻ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അത് ക്രെഡിറ്റ് ബാലൻസ് 82,500 ആൻഡ് 55,000. ബൈ സാലറി അത് 20,000 യാസ്മിൻ ഇല്ല അല്ലേ. ബൈ കമ്മീഷൻ 10,000 ആൻഡ് 7,000 അല്ലേ. അതിനുശേഷം ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഡ്രോയിങ്സ് 30,000 ദെൻ 20,000 അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800 ആൻഡ് 1,200 അല്ലേ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെയർ ഓഫ് ലോസ് ആണ് 60,000 ആൻഡ് 40,000 അല്ലേ. സോ ദ ബാലൻസ് അല്ലേ, ടു ബാലൻസ് ക്യാരി ഡൗൺ ദാറ്റ് ഈസ് 20,700 ആൻഡ് 800 അല്ലേ. ദിസ് ഇസ് ദ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് അല്ലേ. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളുക, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 അക്കൗണ്ട് വരും. ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്നെന്താ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് അല്ലേ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് 2 അക്കൗണ്ട് ഉണ്ട്. അതിലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ എഴുതൂ, ബാലൻസ് മാത്രമേ എഴുതൂ. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡായത്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഒന്നുമില്ല, നമുക്കത് പ്രത്യേകിച്ച് ചെയ്യേണ്ട. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. നിങ്ങളെന്താ ഈ 2 ക്യാപിറ്റൽ ബാലൻസോടെ എന്താ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതും. അവിടെ ഈ കറണ്ട് അക്കൗണ്ട് അങ്ങ് മാറും. പിന്നെന്താ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതണം കേട്ടോ. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഡി ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ അതുപോലെ എഴുതി, ബൈ ക്യാഷ് അക്കൗണ്ട് അതുപോലെ എഴുതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതി, പിന്നെന്താ ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത് അല്ലേ. ചെയ്തിട്ട് നമ്മുടെ സാധാ പോലെ തന്നെ ബാലൻസ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ എന്താ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എമൗണ്ട് അല്ലേ, അതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്.
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലോ ഈ രണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് ബാലൻസ് ക്യാപിറ്റൽ എഴുതി അഡീഷണൽ ക്യാപിറ്റൽ എഴുതി അല്ലേ. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് ഇൻട്രസ്റ്റ് ഫുൾ ഇയർ 15,000 ഇൻറ്റു 5/100 70,000. അടുത്ത 6 മന്ത്സിനൊരു അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, അതെത്ര 3 ലക്ഷമാണ് അല്ലേ. അതെത്ര 6/12, കാരണം ജൂലൈയിലാണ് ഇത് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. ജൂലൈ മുതൽ ഒരു 6 മാസമാണ്, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 6 മാസം. അപ്പോൾ 6 മന്ത്സിലേക്ക് 3 lakh ഇൻറ്റു 5/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് എത്ര 7,500. അതെത്ര 82,500. യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് എത്ര 1 lakh ഇൻറ്റു 5% ദാറ്റ് ഈസ് 50,000. ഇൻട്രസ്റ്റ് ഓഫ് 6 മന്ത്സ് 2 lakh ഇൻറ്റു 5% ഇൻറ്റു 6/12 ദാറ്റ് ഈസ് 5,000. അങ്ങനെ 50,000 പ്ലസ് 5,000 ദാറ്റ് ഈസ് 55,000. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മളെന്താ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതുപോലൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് 2 അക്കൗണ്ട് ഉള്ളത്, അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ 1 അക്കൗണ്ടാണുള്ളത്. ഓക്കെ, യെസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഓണം എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഏരിയയിലെ ക്വസ്റ്റ്യനാണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ തിയറിക്കകത്തത് പറഞ്ഞിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിഭജിച്ച് കൊടുക്കുക, അതിനു വേണ്ടി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വിഭജിച്ച് കൊടുത്തു അതിനെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സാധാരണ അക്കൗണ്ട് പോലെ തന്നെ പർട്ടിക്കുലേഴ്സിന് ഒരു കോളം, എമൗണ്ടിന് ഒരു കോളം, ഇവിടെയും പർട്ടിക്കുലേഴ്സിന് ഒരു കോളം, അപ്പുറത്തെ എമൗണ്ടിനും ഒരു കോളം. സോ ദിസ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കേട്ടെ, അമിത്, ബാബു ആൻഡ് ചാരു 3 പേരാണ് സെറ്റപ്പ് എ പാർട്ണർഷിപ്പ് ഓഫ് ഫെയിം ഓൺ April 1, 2015. They contributed rupees 50,000, rupees 40,000 and rupees 30,000 respectively as their capitals and agreed to share profits and losses in the ratio of 3:2:1. ഇപ്പോൾ റേഷ്യോ 3:2:1 എന്നാണ് അല്ലേ. അതുപോലെ എന്താ പറയുക, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്ര 50,000, 40,000, 30,000. Amit is to be paid a salary of rupees 1,000 per month. ആൻഡ് ബാബു എ കമ്മീഷൻ ഓഫ് rupees 5,000. കേട്ടോ, അപ്പം എന്താ അമിതിന് സാലറി ഉണ്ട് 1000, ഒരു മാസം 1000 രൂപ വെച്ചിട്ട് അല്ലേ. അതിനുശേഷം എന്താ നോക്കിക്കേ, ബാബുവിന് കമ്മീഷൻ ഉണ്ട് 5000. ഇറ്റ് ഇസ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം. കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര 6% അല്ലേ. The drawings for the year were Amit rupees 6,000. കണ്ടോ, അമിത്തിൻ്റെ ഡ്രോയിങ്സ് എത്രയാണ് 6000 അല്ലേ. 6000 അമിത്തിൻ്റെ ഡ്രോയിങ്സ്. ആൻഡ് ബാബു rupees 4,000 ആൻഡ് ചാരു rupees 2,000. കണ്ടോ, ചാരുവിൻ്റെ 2000 രൂപയും അല്ലേ, ബാബു 4000ഉം അമിത്തിൻ്റെ 6000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് rupees 270 ഇല്ലേ വാസ് ചാർജ്ഡ് ഓൺ അമിത്സ് ഡ്രോയിങ്സ്, rupees 180 ഓൺ ബാബുസ് ഡ്രോയിങ് ആൻഡ് rupees 90 ഓൺ ചാരുസ് ഡ്രോയിങ്സ്. The net profit as per profit and loss account for the year ending March 31, 2015 was rupees 35,660. 35,660 ആണ് നെറ്റ് പ്രോഫിറ്റ്. Prepare the profit and loss appropriation account അല്ലേ, ആൻഡ് ടു ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദ പാർട്ടീസ്. കാരണം ഇപ്പം എന്താ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുന്നു നോക്കി കുഞ്ഞുങ്ങളെ, വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. ഒന്നുമില്ല സിമ്പിൾ. ഞാൻ പറയുന്ന എന്തായാലും ഒരു സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലം വ്യക്തമായും പഠിച്ചാൽ നമുക്ക് എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നാൽ കേൾക്കണം, നെറ്റ് പ്രോഫിറ്റ് തന്നാൽ ആദ്യം ആ ഐറ്റം എഴുതണം ബൈ നെറ്റ് പ്രോഫിറ്റ് അല്ലേ. എത്ര നെറ്റ് പ്രോഫിറ്റ് 35,660, 35,660 അല്ലേ, 35,660
660 അല്ലേ, 35,660 അല്ലേ, 35,660. അതിനുശേഷം അവരുടെ ക്യാപിറ്റൽ കൊണ്ടുവന്ന് പറയുന്നു. കുഞ്ഞുങ്ങളെ ഓർത്തിരിക്കുക, ഒരിക്കലും ക്യാപിറ്റൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതരുത് കേട്ടോ. ക്യാപിറ്റൽ ബാലൻസ് എവിടെ എഴുതില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതല്ലേ. ഓർമ്മയിലിരിക്കണം, തെറ്റരുത്. ഒരിക്കലും എന്താ ക്യാപിറ്റൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതരുത്. ഓക്കെ, അപ്പോൾ അത് മെമ്മറി വെച്ചോളുക. ബാക്കി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. Amit is to be paid ₹1,000 per month as salary. കണ്ടോ, അമിത്തിന് എന്തുകൊണ്ട് 1000 ഒരു മാസം 1000 വെച്ച് സാലറി ഉണ്ട്. സോ ടു അമിത് സാലറി that is 1000 into 12 അല്ലേ, 1000 വെച്ച് 12 മാസം പെർ മന്ത്. അപ്പോൾ ഒരു മാസം 1000 അല്ലേ, അങ്ങനെ 12 മാസത്തേക്ക് 12,000 അല്ലേ. 1000 into 12 ദാറ്റ് ഈസ് എത്രയാണ്? 12,000 അല്ലേ. അമിത്തിന്റെ സാലറി എത്രയാണ്? 12 into 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000. നെക്സ്റ്റ് എന്താ പറയുക? ബാബു എ കമ്മീഷൻ ഓഫ് ₹5,000 അല്ലേ. ബാബുവിന് കമ്മീഷൻ ഉണ്ട്, അത് എത്രയാണ്? 5000. ബാബു കമ്മീഷൻ ഉണ്ട് 5000 ആണ്. ദെൻ ടു ബാബുസ് കമ്മീഷൻ, ദാറ്റ് ഈസ് 5,000. അപ്പം ശ്രദ്ധിക്കണം, സാലറി അല്ലേ പെർ മന്ത് ആണ്. 1000 അല്ലേ ഒരു മാസത്തെ സാലറി പെർ മന്ത് എന്ന് എടുത്ത് പറയുന്നു. അപ്പം 12 വെച്ചാണ്, ദാറ്റ് ഈസ് 1000 into 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000. ബാബുസ് കമ്മീഷൻ എന്ന് പറഞ്ഞു, അത് പെർ മന്ത് എന്ന് പറയുന്നില്ല, 5,000 എന്നാണെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് അത് ഒരു വർഷത്തേക്കുള്ള കമ്മീഷൻ ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ദാറ്റ് ഈസ് ബാബുസ് കമ്മീഷൻ 5000. അപ്പോൾ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അതിനുശേഷം അബിറ്റ്സിന്റെ സാലറി 12,000 അങ്ങോട്ട് എഴുതി. അതിനുശേഷം ബാബുസ് കമ്മീഷൻ 5000 അങ്ങോട്ട് എഴുതി. 5,000 കണ്ടോ, ടു ബാബുസ് കമ്മീഷൻ 5,000. പിന്നെന്താ പറയുക? ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6%. കണ്ടോ, 6% എന്താ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡെബിറ്റ് സൈഡിൽ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് നമ്മൾ ഓരോ വ്യക്തികളുടെയും എഴുതണം. കേട്ടോ, ഓരോ വ്യക്തികളുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതണം. അമിത്, ബാലു ആൻഡ് ചാരു. അമിത്, ബാലു ആൻഡ് ചാരു. കേട്ടോ, ഇവരുടെ എന്താ 3 പേരുടെയാണ് അമിത്, ബാലു ആൻഡ് ചാരു അല്ലേ. ദാറ്റ് ഈസ് എത്രയാണ്? 50,000 ആണ് എന്താ അവരുടെ ക്യാപിറ്റൽ അല്ലേ. ആ 50,000 6%. അപ്പൊ അമിത്തിന്റെ നിങ്ങളുടെ 50,000 6% ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 3000. 50,000 6% ദാറ്റ് ഈസ് 3000 അല്ലേ. ദെൻ 40,000 6% that is 2,400. 2,400. 30,000 6% that is 1,800 അല്ലേ. 30,000 6% that is 1,800. ഓക്കെ, അപ്പോൾ അതാ 50,000 into 6% that is 3,000. 40,000 into 6% that is 2,400. Then 30,000 into 6% that is 1,800. അതെല്ലാം കൂടെ കൂട്ടണം. ഔട്ടർ കോളത്തിൽ എഴുതണം 7,200, 7,200. ദിസ് ഇസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ. അത്ര സാധനം നിങ്ങൾ മനസ്സിലാക്കുക. അമിത്തിന്റെ സാലറി നമ്മൾ എഴുതി 1000 into 12 ദാറ്റ് ഈസ് 12,000. പിന്നെ ബാബുവിന്റെ കമ്മീഷൻ നമ്മൾ എഴുതി ദാറ്റ് ഈസ് 5,000 അല്ലേ. പിന്നെന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അമിത്തിന്റെ 50,000 into 6/100 ദാറ്റ് ഈസ് 3,000. ബാലു 40,000 into 6/100 ദാറ്റ് ഈസ് 2,400. ചാരു 30,000 into 6/100 ദാറ്റ് ഈസ് 1,800. അത് ഇത്ര വന്നു 7,200.
ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, വെരി സിമ്പിളാണ്. കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, വെരി സിമ്പിൾ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറയുന്നുണ്ട്. 3 വ്യക്തികളാണ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. കേട്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡില, സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിലാണ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഏതൊക്കെയാണ്? 1 അമിത് 270, 2 ബാലു 270, ബാലു എന്നല്ലായിരുന്നു ബാബു എന്നായിരുന്നു കേട്ടോ. നമ്മൾ അത് നിർത്തണം, ബാബു കേട്ടോ, അത് കുഴപ്പമൊന്നുമല്ല. ബാബു അല്ലേ, 270 പേര് നമ്മൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാബു 180, ചാരു 90. ഓക്കെ, 3 കൂട്ടി ഔട്ടർ കോളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം കേട്ടോ. 270, 180, 450, 90, 540, 540 അല്ലേ. അപ്പോൾ ഇത്രയും സാധനമാണ്. ഇവിടെ നമ്മൾ എന്താ അമിത്തിന് എത്ര വന്നെന്നുള്ളത് ഞാൻ എന്താ നേരിട്ട് എന്താ ആ എമൗണ്ട് എഴുതിയെന്നുള്ളത്. 50,000 into 6/100 3,000, 40,000 into 6/100 that is 2,400, then 30,000 into 6/100 that is 1,800. അപ്പോൾ എത്ര വരുന്നു? അത് 7,200 അല്ലേ. അമിത്സിന്റെ സാലറി 12,000, ബാബുസ് കമ്മീഷൻ 5,000 അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 7,200, നെറ്റ് പ്രോഫിറ്റ് 35,660, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അമിത് 270, ബാബു 180, ചാരു 90, ദാറ്റ് ഈസ് ഇക്വൽ ടു 540, 540. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ എന്താ മനസ്സിലാക്കുക. സിമ്പിൾ സിമ്പിൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇപ്പം നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം സിമ്പിളായിട്ട് മനസ്സിലാവും. ഇതെല്ലാം പാർട്ട്നേഴ്സിന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ, അമിത്തിന്റെ സാലറി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കിട്ടിയതാ. ബാബുവിന്റെ കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടിയതാ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇങ്ങോട്ട് കിട്ടിയതാ. പാർട്ട്നേഴ്സിന് ഇങ്ങോട്ടെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അമിത്തിന്റെ 3,000, ബാബു എത്ര 2,400, ചാരു 1,800. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ്സിന് ഉണ്ടാകുന്ന പലിശയാണ്. കണ്ടോ, അത് നമ്മൾ കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിലാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം അപ്പോൾ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. സാധാരണ ഇത്രയൊക്കെ ഉള്ളൊരു P&L അപ്രോപ്രിയേഷൻ വരുന്നത്. പിന്നെ ചിലപ്പോൾ ബോണസ് നമുക്ക് കിട്ടുന്നതാ. അതുപോലെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തായാലും നിങ്ങൾ അതും സിമ്പിളായിട്ട് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാർട്ട്നേഴ്സിന് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം ഡെബിറ്റ് സൈഡ്, പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡ്. നെറ്റ് പ്രോഫിറ്റ് ഒന്നും പോകുന്നതല്ല, പക്ഷേ നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ടതായിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഡെബിറ്റ് ഐറ്റംസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അമിത്, ബാബു ആൻഡ് ചാരു അല്ലേ. യെസ്, ബാലൻസ് ചെയ്യണം. 35,640, 36,200, here also 36,200, 7,200, 5,000, 12,200, 24,200, ബാലൻസ് 12,000. 12,000. നമ്മൾ ഈ 12,000 രൂപ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എത്ര വന്ന്? 12,000 രൂപ വന്ന്. 12,000 കണ്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എത്ര? 12,000 റുപ്പീസ് വന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് നമ്മൾ വീതിക്കണം. 3:2:1 എന്ന റേഷ്യോയിൽ വീതിക്കണം. അപ്പം നമുക്കത് നോക്കാം. അമിത് ഇല്ലേ, വീതിക്കാനൊക്കെ നിങ്ങൾക്കറിയാം. 3:2:1 എന്ന് വെച്ചാൽ 3 2 5 1 6, 6ൽ 3, പിന്നെ എത്ര? 6ൽ 2, പിന്നെ എത്ര? 6ൽ 1. അപ്പോൾ അമിത്തിൻ്റെ നോക്കാം. 12,000 ആയിരുന്നു അമിത്തിൻ്റെ ഇല്ലേ, ഇൻറ്റു 3/6, ദാറ്റ് ഈസ് ഇക്വൽ ടു 6,000, 6,000. രണ്ടാമത് ബാബുവിൻ്റെ നോക്കിക്കേ. 12,000 ആയിരുന്നു,
ഇൻറ്റു 2/6 ദാറ്റ് ഈസ് ഇക്വൽ ടു 4000. അടുത്ത ചാരുവിൻ്റെ നോക്കിക്കേ, 12,000 ആയിരുന്നു ഇൻറ്റു 1/6 ദാറ്റ് ഈസ് ഇക്വൽ ടു 2,000. സോ 6000 പ്ലസ് 4000 പ്ലസ് 2000 ദാറ്റ് ഈസ് ഇക്വൽ ടു 12,000. കേട്ടോ, 6 4 10 2 12,000. കേട്ടോ, 6 4 10 2 എത്ര? 12. ഇതാണ് നമ്മുടെ എന്താ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്ക് പ്രോഫിറ്റ് ബാക്കി വന്ന പ്രോഫിറ്റ് വീതിച്ചതാണ് കേട്ടോ. അമിത്തിനും ബാബുവിനും ചാരു, ആക്ച്വലി അമിത് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാബുസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ചാരുസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് അത് വീതിക്കണം കേട്ടോ. വേണമെങ്കിൽ അതുകൂടെ നിങ്ങൾ എഴുതിക്കോ. അമിത് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാബു ക്യാപിറ്റൽ അക്കൗണ്ട്, ചാരുവിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇത് ഒന്നുമില്ല കുഞ്ഞുങ്ങളെ, ഇത് സിമ്പിളാക്കി മനസ്സിലാക്കുക. നെറ്റ് പ്രോഫിറ്റ് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ഡെബിറ്റ് സൈഡിൽ വരും. അമിത്സിൻ്റെ സാലറി, ബാബുവിൻ്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അമിത്, ബാബു, ചാരു അല്ലേ. അതിനുശേഷം എന്താ ആ പ്രോഫിറ്റിലേക്ക് മാറ്റിയത്. പിന്നെ ഇപ്പുറത്തെ നെറ്റ് പ്രോഫിറ്റ് വന്നു ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അമിത്, ബാബു ആൻഡ് ചാരു അല്ലേ. അപ്പോൾ അതിനുശേഷം ബാക്കി വരുന്ന പ്രോഫിറ്റിൻ്റെ ബാലൻസ് അത് 12,000 ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 6,000, 4,000 ആൻഡ് 2,000. യെസ്, അപ്പം ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 സോൾവ് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും ഓണം എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗുഡ് വില്ലിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ. ആ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വില്ലിൽ പല മെത്തേഡുണ്ട്. മെത്തേഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. അതിലെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് ആ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നു. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ആ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The books of a business showed that capital employed on December 31st 2015 rupees 5 lakh. ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷമാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് മുടക്കിയ ക്യാപിറ്റൽ, പാർട്ട്ണർഷിപ്പ് അത് മുടക്കിയ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് മുടക്കിയ ക്യാപിറ്റൽ. ആൻഡ് പ്രോഫിറ്റ്സ് ഫോർ ദ ലാസ്റ്റ് 5 years 2010 40,000, 2012 50,000, 2013 55,000, 2014 70,000 ആൻഡ് 2015 85,000. You are required to find out the value of goodwill based on 3 years purchase of the super profit of the business. കണ്ടോ, given that the normal rate of return is 10%. കണ്ടോ, അപ്പോൾ ഇവിടെ എന്താ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയുക, ആ പ്രോഫിറ്റ് തന്നിരിക്കുന്നു. ആ പ്രോഫിറ്റിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട് ഇല്ലേ. അതുപോലെ തന്നെ എന്താ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്ര? 10%. കണ്ടോ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10%, 10% നോർമൽ റേറ്റ്. ഇത് വെച്ചിട്ട് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വിൽ കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഈ സ്റ്റെപ്പ് മനസ്സിലാക്കിയിരിക്കണം കുഞ്ഞുങ്ങളെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അതിനുശേഷം സ്റ്റെപ്പ് 2 കാൽക്കുലേഷൻ ഓഫ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. കണ്ടോ, calculation of average profit, total profit divided by number of years. Calculation of normal profit, capital employed into normal rate of return divided by 100. Super profit is equal to average profit minus normal profit. Average profit minus normal profit. Goodwill is equal to super profit into number of years purchase. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് കാൽക്കുലേഷൻ ആവറേജ് പ്രോഫിറ്റ് ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ നോർമൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അതുപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അതുപോലെ ഗുഡ് വിൽ സൂപ്പർ പ്രോഫിറ്റിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. കേട്ടോ, സോ സ്റ്റുഡൻസ് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിന് ക്വസ്റ്റ്യനകത്ത് തീർച്ചയായും ആവറേജ് പ്രോഫിറ്റ് തരും. തന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ റിക്വസ്റ്റ് ഉണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ എന്താ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ. അപ്പം ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഞാൻ ഇച്ചിരി താഴോട്ട് എഴുതുകയാണ്. നമ്മുടെ സ്റ്റെപ്പ് 1 വീണ്ടും എടുത്തെഴുതുകയാണ്. ആവറേജ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഒന്നാമത്തെ വർഷം ടോട്ടൽ പ്രോഫിറ്റ് എത്ര? ടോട്ടൽ പ്രോഫിറ്റിൽ ഒന്നാമത്തെ വർഷം അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000
പ്ലസ് 50,000 പ്ലസ് 55,000 പ്ലസ് 70,000 പ്ലസ് 85,000 ഡിവൈഡഡ് ബൈ എത്ര പറഞ്ഞിരിക്കുന്നത്? 1, 2, 3, 4, 5 വർഷം അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. 40, 50, 90, 70, 160, 160, 5, 165, 50, 215, 85, 3 ലക്ഷം ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 60,000. 60,000. 3 ലക്ഷം ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇതാണ് സ്റ്റെപ്പ് 1. ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് അങ്ങോട്ട് എഴുതുകയാണ്. സ്റ്റെപ്പ് 1 കേട്ടോ. സ്റ്റെപ്പ് 1 കേട്ടോ. സ്റ്റെപ്പ് 1 എന്താ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് എത്ര വരുന്നത്? 60,000 അല്ലേ? 3 ലക്ഷം ഡിവൈഡഡ് ബൈ 5 എത്ര പറഞ്ഞ്? 60,000. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര? 60,000. 60,000. സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2 നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് സ്റ്റെപ്പ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റെപ്പ് 2 ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 അല്ലേ? ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട് എത്ര? 5 ലക്ഷം. ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് പറയുന്നുണ്ട് എത്ര? 5 ലക്ഷം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഈസ് 50,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല, റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. 5 ലക്ഷം ഇൻറ്റു 10/100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 50,000 അല്ലേ? അപ്പം 3 lakh ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 60,000. നോർമൽ പ്രോഫിറ്റ് 5 lakh ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 50,000 അല്ലേ? അപ്പം ഇങ്ങനെ ആവറേജ് പ്രോഫിറ്റ് പിന്നെ നോർമൽ പ്രോഫിറ്റ്. അടുത്ത സ്റ്റെപ്പ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ആണ് അല്ലേ? സൂപ്പർ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് 60,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് ദാറ്റ് ഈസ് 50,000. 60,000 മൈനസ് 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 അല്ലേ? 10,000 അല്ലേ? 60,000 മൈനസ് 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. 10,000 അല്ലേ? യെസ്. അപ്പം എന്താ സ്റ്റെപ്പ് 1 ആവറേജ് പ്രോഫിറ്റ് അത് 60,000. സ്റ്റെപ്പ് 2 നോർമൽ പ്രോഫിറ്റ് 5 lakh ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 50,000. സൂപ്പർ പ്രോഫിറ്റ് 60,000 മൈനസ് 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. അടുത്ത എന്താണ്? ഗുഡ് വിൽ ദാറ്റ് ഈസ് സ്റ്റെപ്പ് 4. ഗുഡ് വിൽ കണ്ടുപിടിക്കണം. ഗുഡ് വിൽ സിമ്പിളാ കേട്ടോ. 10,000 നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇതാണ് നോക്കിയേ. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പോർഷൻ യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബേസ്ഡ് ഓൺ 3 years പർച്ചേസ് ഓഫ് ദ സൂപ്പർ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ് കേട്ടോ. അപ്പോൾ എത്ര? 3 years പർച്ചേസ്. ആ ക്വസ്റ്റ്യനിൽ പറയും 3 years പർച്ചേസ് കേട്ടോ. 3 വർഷത്തെ പർച്ചേസ് ആണ് 3. 10,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് 30,000 കണ്ടോ. ദിസ് ഈസ് അവർ ഗുഡ് വിൽ കണ്ടോ. ഇതാണ് നമ്മുടെ ഗുഡ് വിൽ. ഇത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ചോദിക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഈ ആവറേജ് പ്രോഫിറ്റ് മാത്രം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എത്ര ഇയർ ആ പർച്ചേസ് എന്ന് പറയുന്നത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണെങ്കിൽ 60,000 കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 ദാറ്റ് ഈസ് 60,000 ഇൻറ്റു 3 1,80,000 തീർന്നു. ഇത്രയുള്ള ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അവിടെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണ് ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നെങ്കിൽ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാൽക്കുലേഷൻ വേണ്ടി വന്നത്. ആവറേജ് പ്രോഫിറ്റ് നമ്മളിങ്ങനെ ഇട്ട് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. കാൽക്കുലേഷൻ ഓഫ് നോർമൽ പ്രോഫിറ്റ് കിട്ടി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. സൂപ്പർ പ്രോഫിറ്റ് കിട്ടി ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് അല്ലേ. ഗുഡ് വിൽ കിട്ടി സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് അപ്പം 60,000 അല്ലേ. നോർമൽ പ്രോഫിറ്റ് അപ്പം 50,000. സൂപ്പർ പ്രോഫിറ്റ് 10,000. ദെൻ ഗുഡ് വിൽ 10,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000 30,000. ഓക്കെ. യെസ്. വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളെ ഗുഡ് വില്ലിൻ്റെ ഈ കാൽക്കുലേഷൻ. ഈ സൂപ്പർ പ്രോഫിറ്റും ആവറേജ് പ്രോഫിറ്റ് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് കേട്ടോ. 3-4 മാർക്കിന് ചോദിക്കും. ഓക്കെ. യെസ്. നമ്മൾ അടുത്തതായിട്ട് എന്താ കാൽക്കുലേഷൻ ഓഫ്
ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ അല്ലേ. അതാണ് നാലാമത്തെ ക്വസ്റ്റ്യനാണ്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കാതിരിക്കുന്നത് വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ. അപ്പം വളരെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യനാണ് സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. Rohit and Mohit are partners in a firm sharing profits in the ratio of 5:3. They admit Bijoy as a new partner for 1/7 share in profit. The new profit sharing ratio will be 4:2:1. Calculate the sacrifice ratio of Rohit and Mohit. കണ്ടോ? അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ ആദ്യം പറയുന്നത് ഓൾഡ് റേഷ്യോ ആണ്. അത് ക്വസ്റ്റ്യനിലുണ്ട് 5:3, 5:3. 5:3 നമ്മൾ എങ്ങനെ എഴുതുന്നത്? 5/8:3/8. അടുത്തത് ന്യൂ റേഷ്യോ ആണ്, ദാറ്റ് ഈസ് 4:2:1. 4 2 6 1 7. 4/7:2/7:1/7. പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? രോഹിതും മോഹിതും. കണ്ടോ? രോഹിതും മോഹിതും അല്ലേ. ഇവിടെ പുതിയതായിട്ട് വന്ന പാർട്ട്ണർ ആരാ? ബിജോയ്. കണ്ടോ? ന്യൂ പാർട്ട്ണർ ബിജോയ്. ന്യൂ പാർട്ട്ണർ ബിജോയ്. ബിജോയ് ന്യൂ പാർട്ട്ണർ ആണ്. ബിജോയ് എന്താണ്? ന്യൂ പാർട്ട്ണർ. ബിജോയ് ആരാണ്? ന്യൂ പാർട്ട്ണർ അല്ലേ. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഈ ക്വസ്റ്റ്യൻ ന്യൂ റേഷ്യോ ഉണ്ട്, അതുകൊണ്ട് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ട, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ട ചാനൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പം നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാം. സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാം. ആദ്യം സാക്രിഫൈസിംഗ് റേഷ്യോയുടെ ഇക്വേഷൻ എഴുതണം. സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഇക്വൽ ടു ഓൾഡ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഇക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഇക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. കേട്ടോ? സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഇക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്ന ഇക്വേഷൻ. ഓൾഡ് റേഷ്യോയിൽ നിന്നും ന്യൂ റേഷ്യോ കുറയ്ക്കുമ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ കിട്ടും. അതുപോലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലേ, അല്ലെങ്കിൽ എന്താ, നേരത്തെ ബിസിനസ് നടത്തിക്കൊണ്ടുവരുന്ന പാർട്ട്നേഴ്സിനാണ് ഓൾഡ് റേഷ്യോ ഉള്ളത്. പുതിയൊരു പാർട്ട്ണർ വരുമ്പോഴാണ് ആ റേഷ്യോ എന്തിലേക്ക് മാറുന്നത്? ന്യൂ റേഷ്യോയിലേക്ക് മാറുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പുതിയതായിട്ടൊരു പാർട്ട്ണർ വരുമ്പോൾ സാക്രിഫൈസ് ത്യാഗം സഹിക്കുന്നത് എന്താ? ഓൾഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. കാരണം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിൽ നിന്നും ഒരു ചെറിയ ഭാഗം ആർക്കൂടെ കൊടുക്കേണ്ടി വരും? പുതിയ പാർട്ട്ണർ കൂടെ കൊടുക്കേണ്ടി വരും. അതിനായി സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് തന്നെ. കേട്ടോ? അപ്പം അതുകൊണ്ട് തന്നെ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലേ. അപ്പം അവിടെ എന്താ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരാ? ഒന്ന് നമ്മുടെ രോഹിത്. കണ്ടോ? ആരാണ്? രോഹിത്. രണ്ടാരാ? മോഹിത്. കണ്ടോ? രോഹിതും മോഹിതുവാ. അപ്പം അവരെ സാക്രിഫൈസ് ചെയ്യത്തുള്ളൂ. സോ രോഹിത് സാക്രിഫൈസ്, മോഹിത് സാക്രിഫൈസ്. പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ അവൻ്റെ ഷെയർ അവൻ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ചെയ്യണം അല്ലേ. അങ്ങനെ സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് അവിടെ ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അവിടെ രോഹിതിൻ്റെ സാക്രിഫൈസ് ഉണ്ട്, അതുപോലെ മോഹിതിൻ്റെ സാക്രിഫൈസ് ഉണ്ട്. രോഹിത് സാക്രിഫൈസ് ഓൾഡ് റേഷ്യോ അല്ലെങ്കിൽ ഓൾഡ് ഷെയർ മൈനസ് അതെത്ര? 5/8 ആണ് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ എത്ര? 4/7. മോഹിസിന്റെ സാക്രിഫൈസ് നോക്കിയേ, ഓൾഡ് ഷെയർ ദാറ്റ് ഈസ് 3/8 മൈനസ് ന്യൂ ഷെയർ 2/7. ഓക്കെ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, ഫ്രാക്ഷനൊക്കെ നിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ച ഭിന്നസംഖ്യ. 5 7 35 മൈനസ് 4 32 മൈനസ് 7 56. ഇവർ തമ്മിൽ ഗുണിക്കും, എന്നിട്ട് താഴത്തെ ഛേദവും അല്ലെങ്കിൽ ഡിനോമിനേറ്ററും ഗുണിക്കും. 3 × 7 21, 2 16 ഡിവൈഡഡ് ബൈ 8 56. ദാറ്റ് ഈസ് 3/56.
5/56 അല്ലേ. സോ ദ സാക്രിഫൈസിങ് റേഷ്യോ വിൽ ബി ഛേദം രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് റേഷ്യോ 3:5. ദിസ് ഈസ് ദ സാക്രിഫൈസിങ് റേഷ്യോ. ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ രണ്ട് ഈക്വൽ ആണ്, അപ്പം വേറെ സീനൊന്നുമില്ല. ദാറ്റ് ഈസ് 3:5 അല്ലേ. ദിസ് ഈസ് ദ സാക്രിഫൈസിങ് റേഷ്യോ. കുഞ്ഞുങ്ങളെ ഒരു സ്റ്റുഡൻസ് ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ സാക്രിഫൈസിങ് ഓൾ റേഷ്യോ ഒക്കെ അകത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാക്രിഫൈസിങ് ഓൾ റേഷ്യോ ചെയ്യുമ്പം ഇപ്പോൾ ഇത് ഓൾഡ് ഷെയർ 3:2, പുതിയ പാർട്ട്ണറിന്റെ ഷെയർ ഇപ്പോൾ എയുടെയും ബിയുടെയും 3:2 എന്ന് കരുതുക. സി പുതിയ പാർട്ണർ, അവൻ 1/6 ആണ് അവൻ്റെ ഷെയർ. ഇപ്പോൾ ഇത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചോദിച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ 3:2:1. കാരണം എത്ര? 3, 2, 5, 1 എത്ര തന്നെ വരും? 6 തന്നെ വരും. കണ്ടോ? അപ്പം ആ 1/6 1 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 3:2:1 എന്ന് ചോദിക്കും. 3, 2, 5, 1 6 അല്ലേ. ഓക്കെ. അതുപോലെ ഒരു കാര്യം ഇവിടെ ഗുഡ് വിൽ പഠിച്ചപ്പോൾ അവിടെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ആവറേജ് പ്രോഫിറ്റിൽ എപ്പോഴും അവർ ഇങ്ങനെ ഇപ്പോൾ 10,000 പ്ലസ് ഒരു 20,000 പ്ലസ് ഒരു 30,000 തന്നിരിക്കുകയാണ്. ഇങ്ങനെ തരുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? ആവറേജ് പ്രോഫിറ്റ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10, 20, 30, 60 ഡിവൈഡഡ് ബൈ 30 20,000 കിട്ടും. എന്നാൽ ചില സിറ്റുവേഷനിൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ ദേണ്ട ഈ എത്ര ഇപ്പോൾ ഒരു 10നെ നമ്മളെന്താ ഈ പറഞ്ഞ പോലെ എന്താ 10നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബ്രാക്കറ്റിൽ തരും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് ലോസ് ആണ്. എന്താ പറയുക? ലോസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും? 20, 30, 50 അങ്ങോട്ട് കൂട്ടണം. 10 കൊണ്ട് കുറയ്ക്കണം. 40,000 ഡിവൈഡഡ് ബൈ 3 അങ്ങനെ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഈ 10 ലോസ് ആണ്. അപ്പോൾ ഏതാണ്ട് എത്ര? 13,333 സംതിങ് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻസർ വരും. ഓക്കെ. അപ്പോൾ അത് മെമ്മറി. അപ്പോൾ ഈ രണ്ട് കാര്യം മെമ്മറി വെക്കണം. ഒന്ന്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുമ്പോൾ 3:2 ഉദാഹരണം ഇവിടുത്തെ ഉദാഹരണം 3:2 ഓൾ റേഷ്യോ വന്നു. ന്യൂ റേഷ്യോ വരുമ്പോൾ എത്ര? 6 അതെത്ര? 1/6 വന്നു. 3:2:1 3, 2, 5, 1 6 വന്നു. അപ്പോൾ എത്ര? 3:1/6 കണ്ടോ? ആവറേജ് പ്രോഫിറ്റ് വരുമ്പോൾ എത്ര? 20,000 പ്ലസ് 30,000 50,000 10,000 വന്നു. ഡിവൈഡഡ് ബൈ 3 20,000 കണ്ടോ? അപ്പം ഈ 10,000 ആകുമ്പോൾ ഇത് ബ്രാക്കറ്റിലിട്ട എന്താ? ലോസ് ആണ്. ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ എന്താ പറയുക? ലോസ് എന്ന് തന്നെ ബിസിനസ് പറയും. ചില എന്താ സാഹചര്യത്തിൽ എന്താ പറയുക? ഇത് ലോസ് ആണ് എന്ന് തന്നെ പറയും. ഓക്കെ. അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് അപ്പോൾ ഒത്തിരി സന്തോഷം. എന്താ ആ ലോസ് നമ്മൾ എന്താ പറയുക? അതുകൊണ്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക എന്നുള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ. ലോസ് മൈനസ് ചെയ്യുന്നു. ഓക്കെ. യെസ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരൊറ്റ ഒരു ക്വസ്റ്റ്യനോടെ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ്, നമ്മുടെ 5th ക്വസ്റ്റ്യൻ, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ക്വസ്റ്റ്യൻ ഞാൻ തന്നു ഇല്ലേ? ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എങ്ങനായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കേട്ടെ. രാകേഷ് വിഡ്രോ ₹10,000 പെർ മന്ത്. കണ്ടോ? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ? രാകേഷ് എന്താ പറയുക? ഈ പറഞ്ഞ പോലെ ഓരോ മാസവും 10,000 രൂപ വെച്ച് പിൻവലിക്കുന്നു. അവൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ, ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ നോക്കിയേ. ഒന്ന്, വെൻ ദ എമൗണ്ട് വിത്ഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. കണ്ടോ? ഓരോ മാസത്തിൻ്റെയും ആദ്യമാണ് എമൗണ്ട് വിത്ഡ്രോ ചെയ്യുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ? അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഓരോ മാസത്തിൻ്റെ ആദ്യമാണ് ആ ഡ്രോയിങ്സ് നടത്തുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 2, when the amount withdrawn at the end of each month. ഓരോ മാസത്തിൻ്റെയും അവസാനമാണെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 3, ഓരോ മാസം when the amount is withdrawn in the middle of the month അല്ലേ? അതായത് മിഡിൽ അല്ലേ? ഓരോ മാസത്തിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം? ഇങ്ങനെ 3 സിറ്റുവേഷൻ. എമൗണ്ട് വിത്ഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്, എമൗണ്ട് വിത്ഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, എമൗണ്ട് വിത്ഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ മന്ത്. കണ്ടോ? അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വിത്ഡ്രോ 10,000 പെർ മന്ത് അല്ലേ? അപ്പോൾ അവൻ്റെ നോക്കിക്ക് എത്രയാണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓരോ മന്തിലും 10,000 പെർ മന്ത്.
അപ്പോൾ ഓരോ മാസവും 10,000 വെച്ച്. സോ ടോട്ടൽ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 12, ദാറ്റ് ഈസ് 1,20,000. ഓക്കെ, 1,20,000, 1,20,000. കണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, രാകേഷ് 10,000 രൂപയാണ് ആ ഡ്രോയിങ്സ്. അതിലെ ടോട്ടൽ ഡ്രോയിങ്സ് അപ്പോൾ ഒരു മാസത്തെ എത്ര ആവും? 10,000 ഇൻറ്റു 12, ദാറ്റ് ഈസ് 1,20,000, 1,20,000 അല്ലേ? ഈ സിറ്റുവേഷനിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ, when the amount withdrawn at the beginning of the month, beginning of the month, ഓക്കെ. നിങ്ങൾക്ക് ആ ക്വസ്റ്റിനകത്തൊരു കാര്യമുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോട് എഴുതണം. ഒരു 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കേട്ടോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡ്രോയിങ്സിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 10% ആണ്. അത് ക്വസ്റ്റിനിൽ തരും കേട്ടോ, ക്വസ്റ്റിനിൽ തരാതിരിക്കത്തില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% വെച്ച് വേണം ചെയ്യാൻ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 10% കേട്ടോ. ഡ്രോയിങ്സ് 10,000 പെർ മന്ത്, ഓരോ മന്തിലും 10,000. സോ ടോട്ടൽ ഡ്രോയിങ്സ് 10,000 ഇൻറ്റു 12, 1,20,000. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10/100 അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10/100. ഒന്നാമത്തെ സിറ്റുവേഷനിൽ when the amount withdrawn at the beginning of the month അല്ലേ? ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? ബിഗിനിങ് ഓഫ് ദി മന്ത് ആവുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു $1,20,000 ആണ് ഡ്രോയിങ്സ് ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 10/100 ഇൻറ്റു ദി ബിഗിനിങ് ആണെങ്കിൽ, ശ്രദ്ധിക്കണം എന്താണ് ബിഗിനിങ് ആണെങ്കിൽ 6.5 ഡിവൈഡഡ് ബൈ 12. കണ്ടോ? 6.5 ഡിവൈഡഡ് ബൈ 12 അല്ലേ? 6.5 ഡിവൈഡഡ് ബൈ 12 അല്ലേ? 6.5 ഡിവൈഡഡ് ബൈ 12 അല്ലേ? അതുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, 1,20,000 ഇൻറ്റു 10%, 1,20,000 ഇൻറ്റു 10% ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 12 കേട്ടോ. അപ്പോൾ എന്താ ആൻസർ നോക്കിയേ? 1,20,000 ഇൻറ്റു 10% ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 12, ദാറ്റ് ഈസ് 6,500. 6,500, ദിസ് ഈസ് ആൻസർ കണ്ടോ. അപ്പോൾ ഈ 6.5/12 ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. 6.5/12 ബിഗിനിങ് കേട്ടോ. ആദ്യം, അതിൻ്റെ ആദ്യ മാസം കേട്ടോ. ആദ്യ മാസം ആവുമ്പോൾ 6.5/12. ഇനി നോക്കിയേ, when the amount of withdrawn at the end of the month, end of the month ആവുമ്പോൾ interest on drawings is equal to ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് 1,20,000 ഇൻറ്റു 10/100 ഇൻറ്റു 5.5 ഡിവൈഡഡ് ബൈ 12 കേട്ടോ. അപ്പോൾ നോക്കിയാൽ എന്താ പറയുക? ഈ പറഞ്ഞ പോലെ അല്ലേ, 1,00,000 എന്താ പറയുക? 1,20,000 ഡിവൈഡഡ് ബൈ 1,20,000 ഡിവൈഡഡ് ബൈ എത്ര? 1,20,000 ഡിവൈഡഡ് ബൈ എത്ര? 5.5/12 ഇൻറ്റു 1,20,000 ഇൻറ്റു 10/100 ഇൻറ്റു 5.5/12 കണ്ടോ. 1,20,000 ഇൻറ്റു 10/100 ഇൻറ്റു 5.5/12, ദാറ്റ് ഈസ് 5,500.
ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ സാധനം 5.5/12 അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കണ്ടോ, അപ്പം ബിഗിനിങ്ങിലാവുമ്പോൾ അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,20,000 × 10/100 × 6.5/12 6,500. വെൻ ദ എമൗണ്ട് വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത് 1,20,000 × 10/100 × 5.5/12 ദാറ്റ് ഈസ് 5,500. ഇനി ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. വെൻ ദ എമൗണ്ട് withdrawn at the middle of the month, at the middle of the month, middle of the month, at the middle, kano, when the amount withdrawn at the middle of the month, amount withdrawn at the middle of the month. അവിടെ നോക്കിയ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 1,20,000 into 10/100 into 6/12. കണ്ടോ, അവിടെ 6/12 ഈ മാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിലാവുമ്പോൾ 6.5/12 6,500. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എൻഡിലാവുമ്പോൾ 5.5/12 എന്ന് പറഞ്ഞ് അത് എഴുതണം 5,500. ദെൻ എമൗണ്ട് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ദി മന്ത് അത് എത്ര, 6/12. കണ്ടോ, 6/12. അപ്പോൾ 1,20,000 ഇൻറ്റു എന്താ 10%, ദാറ്റ് ഈസ് 12,000 into 6/12 that is 6,000. 1,20,000 10% അല്ലേ, 12,000 അല്ലേ, യെസ് ദാറ്റ് ഈസ് എത്ര, 6,000. അത് എത്ര കിട്ടും നമുക്ക്, 6,000 എന്നിട്ട് 6,000 അല്ലേ. അപ്പം നിങ്ങൾ നോക്കേണ്ട ഇതാണ് ഡ്രോയിങ്സ് ബിഗിനിങ് ഓഫ് ദി മന്തിൽ എങ്ങനെയാണ്, ദാറ്റ് ഈസ് 6.5/12. അതുപോലെ വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത് എത്ര, 5.5/12. അതുപോലെ തന്നെ എമൗണ്ട് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ദി മന്ത് 6/12 6/12 6/12 6/12. കണ്ടോ, അപ്പൊ സ്റ്റുഡൻസ് ദാ ഇത്രയും കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനകത്ത് പറയാനുള്ളത്. പ്രധാനപ്പെട്ട എന്താ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കണം. ഉറപ്പായും നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് 80, 85, 90% മാർക്കാണ്, A+ മാർക്ക് കിട്ടും. ഈ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാം. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഓണം എക്സാമിനേഷൻ.